ഹലോ, വെൽക്കം ടു കുക്ക് വിത്ത് റിനി. ഇന്ന് നല്ല സിമ്പിളായിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. പാലും റവയും ഉപയോഗിച്ച് ചെയ്യുന്ന ക്യാരമൽ റവ പുഡിങ്. ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജലാറ്റിനോ അഗറഗറോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓവനൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യവും വരുന്നില്ല. നമ്മുടെ സാധാരണ ക്യാരമൽ പുഡിങ്ങിൻ്റെ ഏകദേശം അതേ ടേസ്റ്റ് വരുന്ന ഒരു പുഡിങ്ങാണിത്. ഇതിനു മുമ്പ് ഞാൻ ക്യാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നമുക്കിനി റെസിപ്പിയിലേക്ക് കടക്കാം. പുഡിങ് തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ അത് സെറ്റ് ചെയ്യാനുള്ള പാത്രം ഒന്ന് റെഡിയാക്കി വെക്കണം. കാരണം നമ്മൾ ഇതിൽ ആദ്യം ചെയ്യുന്നത് ക്യാരമൽ സിറപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പം ക്യാരമൽ സിറപ്പ് തയ്യാറാക്കി നമ്മൾ ആ തീ ഓഫ് ചെയ്ത ഉടനെ തന്നെ അത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് അത് കട്ടിയായി പോകും. അതുകൊണ്ട് ഈ സെറ്റ് ചെയ്യാനുള്ള പാത്രം നന്നായിട്ട് നനവൊക്കെ മാറ്റി ഇതുപോലെ റെഡിയാക്കി വയ്ക്കുക. എന്നിട്ട് ഒരല്പം നെയ്യ് ഇതിനകത്ത് ഒന്ന് പുരട്ടി കൊടുക്കാം. അത് ഡീമോൾഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ചുറ്റും അകത്ത് ഇതുപോലെ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് ഞാനിപ്പോൾ ഇവിടെ ഈ സ്റ്റീൽ പാത്രം എടുത്തെന്നുള്ളതേ ഉള്ളൂ. നമുക്ക് സ്റ്റീൽ തന്നെ വേണമെന്നൊന്നുമില്ല. അലുമിനിയം പാത്രമോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ഗ്ലാസ് പാത്രങ്ങളോ ഒക്കെ ഉപയോഗിക്കാം. ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, കട്ടിയുള്ള പാത്രം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. കനം കുറഞ്ഞ പാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടായ ക്യാരമൽ സിറപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ പാത്രം പൊട്ടിപ്പോകും. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് ഇളക്കി കൊടുക്കുകയോ ഒന്നും ചെയ്യണ്ട. ആ ചൂട് കൊണ്ട് തന്നെ ഈ പഞ്ചസാര പതുക്കെ അലിഞ്ഞ് ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയി വരും. ആ സമയമാകുമ്പോൾ ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ അലിയിച്ചെടുക്കുക. പഞ്ചസാര അലിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അതിൻ്റെ കളറ് ചേഞ്ച് ആവും. നമുക്കൊരു ഗോൾഡൻ കളറ് ആയാൽ മതി. അതിൽ കൂടുതൽ ഡാർക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊരു കയ്പ്പ് വരും. അപ്പോൾ നമ്മൾ പുഡിങ്ങിലേക്ക് ചേർക്കുമ്പം ക്യാരമൽ സിറപ്പിൻ്റെതായിട്ടുള്ള ഒരു കയ്പ്പായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഒരു ഗോൾഡൻ യെല്ലോ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് അപ്പോൾ തന്നെ ആ സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതാണ് നമുക്ക് വേണ്ടുന്ന കളറ്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. ഓഫ് ചെയ്തിട്ട് നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യണം കേട്ടോ. തീ ഓഫ് ചെയ്താൽ ഉടനെ തന്നെ ഒഴിച്ചു കൊടുക്കണം. തണുക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കരുത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാലും അപ്പം തന്നെ ഈ പാത്രം ഒന്ന് ചുറ്റിച്ച് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പുഡിങ്ങിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. പുഡിങ് തയ്യാറാക്കുന്നതിന് ആദ്യം തന്നെ പാല് തിളപ്പിച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് എന്ന് പറഞ്ഞാൽ 360 ml ആയിരിക്കും. ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. പുഡിങ്ങൊക്കെ ചെയ്യുമ്പം എപ്പോഴും ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ ഉപയോഗിക്കുക. അതാണ് നമ്മുടെ പുഡിങ്ങിന് ആ ടേസ്റ്റും ആ ഒരു കറക്റ്റായിട്ടുള്ള ടെക്സ്ചറും ഒക്കെ കിട്ടാനായിട്ട് നല്ലത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പിനും 3/4 കപ്പിനും ഇടയ്ക്ക് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ആ പഞ്ചസാര അതിലേക്കൊന്ന് അരിഞ്ഞ് ചേരാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പാലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അതും ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സായി എടുക്കുക. ആ ചൂട് കൊണ്ട് നെയ്യ് അതിലേക്ക് ഉരുകി ചേർന്നോളും. ഇപ്പം ആ പാല് നന്നായിട്ട് ചൂടായി ചെറിയതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വറുക്കാത്ത റവയാണ്. വറുത്ത റവ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാം. പക്ഷേ എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് വറുക്കാത്ത റവ ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ്. ഇനി ഇത് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുത്താൽ മതി. ആ റവ ഈ പാലിൽ കിടന്ന് നന്നായിട്ട് കുക്കായി ഈ പാലൊന്ന് തിക്കായിട്ട് വരണം. അപ്പം ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം റവ ചേർത്തിരിക്കുന്നത് കൊണ്ട് അടുക്കി പിടിക്കാനോ അല്ലെങ്കിൽ കട്ട കെട്ടാനോ ഒക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റൊക്കെ മതിയാവും. ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം കണ്ടോ, ആ റവയൊക്കെ നന്നായിട്ട് കുക്കായി ആ പാല് കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട്.
ഇതാണ് നമുക്ക് വേണ്ടുന്ന കൺസിസ്റ്റൻസി. അപ്പം ഈ സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷവും ഒരു മിനിറ്റും കൂടെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ പാട ചൂടും. അപ്പോൾ അതിന് ശേഷം ഇതിൻ്റെ ആ നല്ല ചൂടൊന്നും മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒരുപാട് അങ്ങ് തണുത്ത് പോകേണ്ട ആവശ്യമില്ല, ആ വലിയ ചൂടൊന്ന് മാറി കിട്ടിയാൽ മതി. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് മുട്ട ബീറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വലിയൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം മുട്ട ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബീറ്റ് ചെയ്യാനുള്ള സൗകര്യത്തിന് മാത്രമല്ല, നമ്മളിനി ഇതിലേക്കാണ് ആ റവയുടെയും പാലിൻ്റെയും കൂടെ മിക്സും ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അത് കൊള്ളുന്ന പാകത്തിലുള്ള ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റുവാണ്. എന്നിട്ട് ഇതുപോലൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുവാണ്. വിസ്ക് തന്നെ വേണമെന്നില്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫോർക്ക് ആണെങ്കിലും മതി. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ മുട്ടയുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മണം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ വാനില എസൻസ് ചേർക്കുമ്പോഴത്തേക്കും മാറിക്കോളും. ഇനി ഈ മുട്ടയിലേക്ക് വേണം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ പാലിൻ്റെയും റവയുടെയും കൂടെ മിക്സ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും മുട്ട ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കരുത്. കാരണം പാലിന് ചെറിയ ചൂടുണ്ടാവുമല്ലോ, ആ ചൂട് കൊണ്ട് ആ മുട്ട കുക്കായി പോകും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഈ പാലിൻ്റെ കൂട്ട് മുട്ടയിലേക്കേ ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പം ഇത് കുറച്ചായിട്ട് അതിലേക്ക് ചേർത്തിട്ട് നമുക്ക് ഈ വിസ്ക് വെച്ചിട്ട് തന്നെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. വലിയ ചൂടോടെ ഒഴിച്ചു കൊടുക്കരുത്. ആ വലിയ ചൂടങ്ങ് മാറിയതിന് ശേഷം മാത്രമേ ഇത് ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇപ്പോൾ അതൊക്കെ ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കാരമൽ സിറപ്പ് നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു അടപ്പ് വെച്ചിട്ടോ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. നമ്മളിതിനെ സ്റ്റീമറിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആവി വെള്ളം ഇതിനകത്തേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കവർ ചെയ്ത് കൊടുക്കുന്നത്. ഈ അലുമിനിയം ഫോയിലിൻ്റെ മുകളിൽ ഹോൾസ് ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഹോൾസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ആവി വെള്ളം അതിനകത്തേക്ക് വീഴും. ഞാൻ നേരത്തെ തന്നെ ഒരു സ്റ്റീമറിൽ വെള്ളമൊക്കെ ഒഴിച്ച് മൂടി വെച്ച് ചൂടാകാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിരുന്നു. ഇപ്പം അത് നന്നായിട്ട് ചൂടായി നന്നായി ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് തുറന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുഡിങ്ങിൻ്റെ ബൗൾ വെച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് 20 മുതൽ 30 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഈ 20 മുതൽ 30 മിനിറ്റ് വരെ എന്നുള്ളത് നമ്മൾ എടുക്കുന്ന പാത്രത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കുറച്ചുകൂടെ പരന്ന പാത്രമൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ കുക്കായി കിട്ടും. അതായത് ഒരു 15 മിനിറ്റും കൊണ്ടൊക്കെ കുക്കായി കിട്ടും. പക്ഷേ കുറച്ചുകൂടെ കുഴിവുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കും. ഇപ്പോൾ നമ്മൾ പുഡിങ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഏകദേശം ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിൻ്റെ മുകളിലുള്ള ആ അലുമിനിയം ഫോയിലും ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു ടൂത്ത് പിക്കും കൊണ്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക. അപ്പം കുത്തി നോക്കുമ്പോൾ അത് ക്ലീൻ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. നമുക്ക് മുകൾ ഭാഗം കാണുമ്പോൾ തന്നെ അറിയാം ഇതായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കണ്ടോ, നല്ല ക്ലീൻ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് പുറത്തേക്ക് വയ്ക്കാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് നന്നായിട്ട് മാറിയതിന് ശേഷം കുറച്ച് നേരം ഒരു 1-2 മണിക്കൂറും കൂടെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക. ഫ്രിഡ്ജിലേക്കാണ് വെക്കേണ്ടത്, ഫ്രീസറിലേക്കല്ല. അപ്പം നന്നായിട്ട് ഇതൊന്ന് തണുത്ത് കിട്ടും. അതിന് ശേഷം വേണം ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് 2 മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷം ഞാനത് ഡീമോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കത്തിയുടെ അറ്റം വെച്ചിട്ട് ഇതുപോലെ സൈഡൊന്ന് വരഞ്ഞു കൊടുക്കുക. നമ്മൾ ഗ്രീസ് ചെയ്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിങ്ങ് വിട്ടു പോന്നോളും. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് കമത്തി ഇട്ട് കൊടുക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറാണ്. നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാനത് കട്ട് ചെയ്തും കൂടെ കാണിച്ചു തരാം. അകത്തെ ടെക്സ്ചറും കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പോലെയാണ്, അത്രയ്ക്ക് സോഫ്റ്റാണ്. ലുക്ക് കണ്ടാലും കാരമൽ പുഡിങ് പോലെ തന്നെയാണ് അല്ലേ.
ഇത് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്ത 2 സ്ലൈസാണ്. വെറുതെ നിങ്ങളെ ഒന്ന് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ടെക്സ്ചർ കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ? കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്നൊരു റെസിപ്പിയാണ്. എൻ്റെ മോൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പി കൂടിയാണിത്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മൾ വലിയവർക്ക് ഇഷ്ടമാവുന്നൊരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല, ഫീഡ്ബാക്ക്സ് പറയാനും മറക്കരുത്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു പുഡിംഗ് ആണ് അല്ലേ? നല്ല ടേസ്റ്റിയാണ്. ഒപ്പം നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജെലാറ്റിനോ ചൈന ഗ്രാസോ അങ്ങനത്തെ ഒന്നും വേണ്ട, ഓവനും വേണ്ട. അപ്പം എല്ലാവർക്കും ട്രൈ ചെയ്യാം. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.